നമസ്കാരം, ഡാനിയലാണ് ഫ്ലൈവേൾ മൈഗ്രേഷനിൽ നിന്നും. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കിൽസ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഓരോ ഓക്യുപ്പേഷനും അതിൻ്റേതായിട്ടുള്ള അസസ്മെൻറ്റ് അതോറിറ്റീസ് ഉണ്ട്. ആ അസസ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള സ്കിൽസ് അസസ്മെൻറ്റ് ഔട്ട്കം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റൂ. നമുക്ക് പല ലോക്കൽ ഏജൻസികളിൽ നിന്നും അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്ത പ്രൊഫൈലിൽ നിന്നും നെഗറ്റീവ് സ്കിൽസ് അസസ്മെൻറ്റ് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇതിലെ ഭൂരിഭാഗം കേസസും നമുക്ക് അവർക്ക് പോസിറ്റീവ് സ്കിൽസ് അസസ്മെൻ്റ് ആയിട്ട് എടുത്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ആക്ച്വലി നിങ്ങളുടെ ഡെസിഗ്നേഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടല്ല നിങ്ങളൊരു അനസ്കോ കോഡ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസിനെ മെയിൻ ആക്കിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ അനസ്കോ കോഡ് ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു നെഗറ്റീവ് സ്കിൽസ് അസസ്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങളുടെ ഓസ്ട്രേലിയ എന്ന സ്വപ്നം മാറ്റി വെച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ, അതല്ല ഓസ്ട്രേലിയയിലേക്ക് പെർമനൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു സ്കിൽസ് അസസ്മെൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് ഔട്ട്കം കിട്ടുക എന്നുള്ളതാണ്. അതിനെ നിങ്ങളെ സഹായിക്കാനായിട്ട് തീർച്ചയായിട്ടും ലോയേഴ്സാണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലൈവേൾ ലോയേഴ്സിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ.